തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കാർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പത്മകുമാറിന്റെ അറസ്റ്റോടെ അന്വേഷണം അവസാനിപ്പിക്കാനാണ് നീക്കം. LDFും UDFും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് മൊടക്കല്ലൂർ സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. NDAക്ക് വളരെ വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്കും ജാതി മതശക്തികളുമായി ചേർന്ന് വോട്ട് പിടിക്കുന്ന മുന്നണികൾക്കുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവിധി ഉണ്ടാവും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം പത്മകുമാറിൻ്റെ അറസ്റ്റോടെ അവസാനിപ്പിക്കുന്ന മട്ടിലാണ്. ഉന്നത കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഇതെല്ലാം വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ അമർഷം ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF ആവട്ടെ ഇക്കാര്യത്തിൽ അവരും തുല്യമായിട്ടുള്ള കുറ്റക്കാരാണ്. UDFിൻ്റെ ഭരണകാലത്തും വലിയ തോതിലുള്ള ദേവസ്വം കൊള്ളയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, രണ്ട് മുന്നണികളും ഏറ്റവും നീചമായിട്ടുള്ള വർഗീയ ശക്തികളെ, ജമാഅത്തെ ഇസ്ലാമി, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, ഈ രണ്ട് മുന്നണികളും അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുന്നണി പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ്. LDF മുന്നണി രാജ്യം നിരോധിച്ച മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മത്സരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. LDFിന് ചരിത്ര വിജയമുണ്ടാകുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ പറഞ്ഞു. 10 വർഷമായുള്ള LDFിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകാൻ പോകുന്നതെന്നും P. ജയരാജൻ പറഞ്ഞു. പാട്യം മാടത്തിൽ പൂക്കോട് LP സ്കൂളിൽ P. ജയരാജൻ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിലെ UDF വലിയ നിലക്ക് പ്രതിരോധത്തിലായല്ലോ. ഒരു കോൺഗ്രസിൻ്റെ MLA നടത്തിയിട്ടുള്ള ലൈംഗിക അതിക്രമം ഒരു മാനസിക രോഗം പിടിപെട്ട ആളെപ്പോലെയാണ് കോൺഗ്രസ് നേതാവ് സ്ത്രീകളോട് പെരുമാറിയത്. കോൺഗ്രസിൽപ്പെട്ട സ്ത്രീകൾക്കെതിരായിട്ടാണ് അതിക്രമങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസും UDFും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇതുപോലെ പ്രതിരോധത്തിലായിട്ടുള്ള മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ട്, അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടുകൂടി നാടിൻ്റെ വികസനക്ഷേമ പ്രശ്നങ്ങളാണ് മുഖ്യം എന്ന നിലക്കുള്ള നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ ഇത്തവണ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. UDF വളരെ ആത്മവിശ്വാസത്തിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ഭരണവിരുദ്ധ വികാരം ജനങ്ങളെ സ്വാധീനിക്കുമെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. തവണയും ആദ്യ വോട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവരും ഇവിടെ കാണുന്നത്. UDFിൻ്റെ അഭൂതപൂർവമായിട്ടുള്ളൊരു വിജയം പ്രത്യേകിച്ചിപ്പോൾ വടക്കൻ ഇപ്പോൾ 2ാം ഫേസിൽ ഉണ്ടാവും. കഴിഞ്ഞ 9-ാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു. അവിടെയും നല്ല വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലയടിക്കുന്നുണ്ട്. അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ജനാധിപത്യം, മതേതരത്വം, ന്യൂനപക്ഷ സംരക്ഷണം എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്നവർ ജയിക്കണമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും നേരത്തെയും ഒരു പാർട്ടിക്കും പിന്തുണ കൊടുക്കാറില്ലെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി. പോത്തുവെട്ടിപ്പാറ 2-ാം നമ്പർ ബൂത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. എല്ലാവർക്കും ഇപ്പോൾ ഒരു ആവേശം ഉണ്ടാവുമല്ലോ. ജനാധിപത്യം, മതേതരത്വം, മതസൗഹാർദ്ദം, ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം, മറ്റ് ന്യൂനപക്ഷങ്ങളടക്കമുള്ള ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടുക, അതൊക്കെ ഉദ്ദേശിച്ചാണല്ലോ ഓരോരുത്തർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജയിക്കണം, അങ്ങനത്തെ ഭരണസമിതിയൊക്കെ വരണമെന്നല്ലേ ഓരോരുത്തരെയും മനസ്സിലുണ്ടാവുന്നത്. ഇത്തവണ കേരളം ആര് കൊണ്ടുപോകുമെന്നാണ് തങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ? ഞാൻ അഭിപ്രായമില്ല, അതിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സമസ്ത പ്രധാനപ്പെട്ട സംസ്ഥാന ജനങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. സമസ്ത അങ്ങനത്തെ വിഷയത്തെ പറ്റി ആലോചിച്ചിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡാണ് ഈ തെരഞ്ഞെടുപ്പിലും ഉള്ളതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. 10 കൊല്ലമായി അനുഭവിക്കുന്ന വിഷമങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾ വോട്ട് ചെയ്യും. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ UDF തിരിച്ചുവരുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 10 കൊല്ലമായിട്ട് അവരനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം. അതിന് പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ എന്നേ ഉള്ളൂ.
പക്ഷേ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ. UDFൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിംഗ്. അത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിംഗ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും. മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം, ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ. അത് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. അത് ഞാനതിന് അടിവരയിടുകയാണ്. അത് ഒരു ലക്ഷണമാണ്. അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും. 1ാം ക്ലാസ്സിൽ താൻ പഠിച്ച ക്ലാസ് റൂമിലാണ് വോട്ട് ചെയ്തതെന്ന് അടാട്ട് പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അനിൽ അക്കര പറഞ്ഞു. 2005 മുതലുള്ള തിരഞ്ഞെടുപ്പുകളിൽ താൻ ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുണ്ട്. 2021 ആദ്യ വോട്ട് ചെയ്യാനായില്ല. അന്ന് നിയമസഭയിലേക്ക് നടന്ന മത്സരത്തിൽ താൻ പരാജയപ്പെട്ടുവെന്നും അനിൽ അക്കര പറഞ്ഞു. 2000 ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സര സമയത്ത് ആദ്യം വോട്ട് ചെയ്തത് ഞാനാണ്. 2005 തെരഞ്ഞെടുപ്പിൽ ഞാനാണ് ആദ്യം വോട്ട് ചെയ്തത്. 2010 തെരഞ്ഞെടുപ്പിൽ ഞാനാണ് വോട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ മത്സരിച്ച 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമാണ് വോട്ട് ചെയ്തത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആദ്യത്തെ വോട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വോട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 2 ആളുകൾ ബലമായി വന്നു നിന്ന് വോട്ട് ചെയ്യാൻ ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യത്തെ വോട്ട് എൻ്റെയാണ്. അപ്പം ഞാൻ ആദ്യമായി വോട്ട് ചെയ്ത എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ ജയിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം ഇന്ന് എനിക്കുണ്ട്.